ഹായ്, ഞാൻ ഇന്നൊരു പുതിയ വിഷയമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും പ്രയോജനപ്രദമായ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നമ്മളെല്ലാവരും ഗ്രോ ബാഗിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന സമയമാണ്. അതേപോലെ തന്നെ ഗ്രോ ബാഗിൽ ചെടികൾ നടാറുണ്ട്. ഗ്രോ ബാഗിൽ നമ്മൾ ചെറിയ മാവുകൾ, പ്ലാവുകൾ, ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നടുന്ന സമയമാണ്. പക്ഷേ അത് ഒക്കെ ചെയ്യുമ്പോൾ പലരും പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ശരിയായിട്ട് നടീൽ മിശ്രിതം ഉണ്ടാക്കി നിറയ്ക്കാത്തതുകൊണ്ടാണ്. നടീൽ മിശ്രിതം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഗ്രോ ബാഗില് ഇപ്പോൾ നടീൽ മിശ്രിതം നിറച്ചിരിക്കുകയാണ്. നല്ല നടീൽ മിശ്രിതമാണെങ്കിൽ മാത്രമേ അതിനകത്ത് ഒരു വെണ്ട കുത്തിയാൽ വെണ്ടയ്ക്ക ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു റോസ് നട്ടാൽ ഒരു റോസാപ്പൂ ഉണ്ടാകത്തുള്ളൂ. അപ്പം ശരിയായിട്ട് എങ്ങനെയാണ് നടീൽ മിശ്രിതം തയ്യാറാക്കുന്നതെന്നാണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും വരിക, കാണുക. നടീൽ മിശ്രിതത്തിലെ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് നമ്മുടെ നല്ല ഫലഭൂഷ്ടമായ മണ്ണാണ്. മണ്ണ് ഇതുപോലെ നമുക്ക് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലുള്ള ഫലഭൂഷ്ടമായ മണ്ണ് എടുക്കുക എന്നുള്ളതാണ് ആദ്യം. അപ്പം നടീൽ മിശ്രിതത്തിലെ പ്രധാന ചേരുവ എന്ന് പറയുന്നത് നല്ല ഫലഭൂഷ്ടമായ മണ്ണാണ്. ഈ മണ്ണ് എടുത്തു കഴിഞ്ഞാൽ മണ്ണെടുത്താൽ ഇതേപോലെ നമ്മൾ അരിപ്പയിലിട്ട് ഒന്ന് ഇടയണം. ഇടയുമ്പോൾ നമ്മൾ കല്ലും വേരും ഒക്കെ നമുക്ക് കളയാൻ പറ്റും. കല്ലും വേരും കളഞ്ഞിട്ടുള്ള നല്ല മണ്ണാണ്. ഇപ്പം എന്താ കണ്ടില്ലേ, അതിൻ്റെ ചുവട്ടിൽ നല്ല തരിമണ്ണ് വീഴും. ഇതേപോലെ ഇടഞ്ഞെടുക്കുക എന്നുള്ളതാണ്. മണ്ണ് ഇടഞ്ഞെടുക്കുക, നല്ല മണ്ണ്. ഇതിലേക്ക് ഡോളോമേറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. ചുണ്ണാമ്പ് വസ്തുവാണ്. നീറ്റക്കയോ അല്ലെങ്കിൽ കുമ്മായമോ, ഇതിൽ ഏറ്റവും നല്ലൊരു ഡോളോമേറ്റാണ്. ഈ ഡോളോമേറ്റ് മണ്ണിൽ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മണ്ണിൻ്റെ പുളി കുറയ്ക്കാനാണ്, അമ്ലത കുറയ്ക്കാനാണ്. അപ്പം ഡോളോമേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രോ ബാഗിലേക്ക് വേണ്ടുന്ന മണ്ണിൽ ഏകദേശം ഒരു 100 ഗ്രാം എന്ന തോതിലാണ് ഡോളോമേറ്റ് ചേർത്തിളക്കേണ്ടത്. അപ്പോൾ ഡോളോമേറ്റ് ചേർത്തിളക്കി ആണ് നമ്മൾ ആദ്യം മണ്ണ് തയ്യാറാക്കേണ്ടത്. ഇതേപോലെ നമ്മൾ ഗ്രോ ബാഗിന് നിറയ്ക്കാനുള്ള മണ്ണ് നമ്മൾ ഡോളോമേറ്റും ഒക്കെ ചേർത്ത് നല്ല ഭംഗിയായിട്ട് വെറും നിലത്ത് ഒരു ഷീറ്റ് വിരിച്ചിട്ട് ആ ഷീറ്റിൻ്റെ മുകളിലാണ് ഈ കൂനയാക്കി ഈ മണ്ണ് വെക്കേണ്ടത്. അപ്പം നമ്മൾ കൂടുതലായിട്ട് ഗ്രോ ബാഗ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ കൂന, അല്ല ചെറിയ കൂനയായാലും മതി. നമ്മളൊരു 10 ഗ്രോ ബാഗാണ് നിറയ്ക്കുന്നെങ്കിൽ 10 ഗ്രോ ബാഗിനുള്ള മണ്ണ് ഇതേപോലെ വെറും നിലത്ത് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് താഴെ വിരിക്കുക. അതിന് മുകളിൽ മണ്ണെടുത്ത് കൂനയാക്കി ഇങ്ങനെ വെക്കുക. കൂനയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന സംഗതിയുണ്ട്. ഇതേപോലെ ഈ ഗ്ലാസ് പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വിരിച്ചിടണം. ഈ ഗ്ലാസ് പേപ്പറിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സൂര്യപ്രകാശം ഇതിനകത്തേക്ക് ഇറങ്ങും. അപ്പോൾ സൂര്യപ്രകാശം ഇങ്ങനെ ഇറങ്ങുകയും വേണം, പക്ഷേ ഈ മണ്ണൊട്ട് നനയാനും പാടില്ല. മഴ വന്നാൽ നനയരുത്. അപ്പോൾ ഇങ്ങനെ ഗ്ലാസ് പേപ്പർ വെച്ച് ഒരു 10 ദിവസം സോളറൈസേഷൻ, അതായത് താപീകരണം നടത്തണം. അങ്ങനെ ഈ പ്ലാസ്റ്റിക് ഇതേപോലെ വെച്ച് ഇതിൻ്റെ അടിയിലെ ഷീറ്റ് ഇതിനകത്ത് ഈ മഴ പെയ്ത് വെള്ളം ഇറങ്ങാതിരിക്കാൻ ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുത്ത് ചുരുട്ടി വെക്കും. മഴ പെയ്താൽ വെള്ളം ഇറങ്ങാത്ത രീതിയിലാണ്ട് അടിയിലത്തെ ഷീറ്റ് അകത്തോട്ട് വെച്ച് നമ്മൾ ഗ്ലാസ് പേപ്പർ അതിൻ്റെ പുറത്തോട്ടിട്ട് സുരക്ഷിതമാക്കണം. അടി ചുരുട്ടി അകത്തോട്ട് നമുക്ക് കയറ്റി വെക്കാം. കയറ്റി വെക്കുമ്പോൾ എത്ര മഴ പെയ്താലും, ഇനി മഴക്കാലമാണെങ്കിൽ മഴവെള്ളം ഇതിനകത്തേക്ക് പോകത്തില്ല. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് പേപ്പറിലെ പകലത്തെ വലിയ ചൂട് കൊണ്ട് നമ്മൾ പുട്ടിന് നനയ്ക്കുന്ന പരുവത്തിലുള്ള മണ്ണാണിത്. ഈ മണ്ണിലെ ഈർപ്പം പകൽ സമയത്ത് ആവിയായിട്ട് ഈ ഗ്ലാസ് പേപ്പറിൻ്റെ മുകളിൽ ഇതേപോലെ പറ്റിപ്പിടിക്കും. ഇത് രാത്രിയിൽ തണുക്കുമ്പോൾ ഇത് വീണ്ടും മഴ പോലെ പെയ്ത് ഈ മണ്ണിലേക്ക് ഇറങ്ങുകയാണ്. ഇത് അനുസ്യൂതം ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ നമ്മൾ 10 ദിവസം കൊണ്ട് ഇതിലെ അമ്ലത കുറയുക മാത്രമല്ല, ഇതിലുള്ള കൃമികീടങ്ങളെല്ലാം നശിച്ചു പോകും. ഈ മണ്ണിൽ ഏതെങ്കിലും രോഗത്തിൻ്റെ ബീജങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കീടത്തിൻ്റെ മുട്ടയുണ്ടെങ്കിൽ, കളകളുടെ മുട്ടയുണ്ടെങ്കിൽ, കളകളുടെ വിത്തുകളുണ്ടെങ്കിൽ ഇതെല്ലാം നശിച്ചു പോകും. അങ്ങനെ സോളറൈസേഷൻ ചെയ്ത മണ്ണാണ് നടീൽ മിശ്രിതത്തിന് ഉപയോഗിക്കേണ്ടത്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു രീതി. ഇപ്പം ഇങ്ങനെ കൂനയാക്കിയിട്ടേക്കുന്നത് ഇവിടെ കുറച്ച് ഏറെ ഗ്രോ ബാഗ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ സോളറൈസേഷന് വേണ്ടിയിട്ട് ഈ മണ്ണുകളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്.
അപ്പം നമ്മൾ നടീൽ മിശ്രം തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പം നടീൽ മിശ്രത്തിന് വേണ്ടത് എന്ന് പറഞ്ഞാൽ തുല്യ അളവിൽ മണ്ണ്, താപീകരിച്ച മണ്ണ് നമ്മൾ താപീകരിച്ചല്ലോ. അപ്പോൾ അതേലെ ഒരു ചട്ടി മണ്ണ്, ആ ഒരു ചട്ടി മണ്ണിന് ഒരു ചട്ടി തന്നെ നല്ല തണലിൽ ഉണങ്ങിപ്പൊടിച്ച ചാണകം. ഇത് തണലിൽ ഉണങ്ങിപ്പൊടിച്ച ചാണകമാണ്. വെയിലത്തിട്ട ചാണകം ഉപയോഗിക്കരുത്. വെയിലത്തിട്ട് ചാണകം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലെ പോഷകങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും വെയിലത്തിട്ടാൽ. അപ്പോൾ അതുകൊണ്ട് തണലിൽ ഉണങ്ങിപ്പൊടിച്ച ചാണകം ഒരു ചട്ടി തന്നെ വേണം. ഒരു ചട്ടി മണ്ണിന് ഒരു ചട്ടി തന്നെ ചാണകപ്പൊടി, അതേപോലെ ഒരു ചട്ടി തന്നെ നല്ല ഉപ്പിൻ്റെ അംശമില്ലാത്ത ചകിരിച്ചോറ്. ഇത് 3 എണ്ണമാണ്. അപ്പം തുല്യ അനുപാതത്തിൽ 1:1:1 എന്ന അനുപാതത്തിൽ, തുല്യ അനുപാതത്തിൽ നമ്മുടെ താപീകരിച്ച മണ്ണ്, ഫലഭൂഷ്ടമായ മണ്ണ്, തണലുണങ്ങി പൊടിച്ച ചാണകം, ചകിരിച്ചോറ്, ഇത് 3 കൂടി ചേർത്താണ് നടീൽ മിശ്രം തയ്യാറാക്കുന്നത്. ഇത് സമ്പുഷ്ടീകരിക്കാൻ ഇതിൽ വേറെ ചില സാധനങ്ങൾ ചേർക്കും. ഒരു ഗ്രോ ബാഗിന് വേണ്ടുന്ന നടീൽ മിശ്രത്തിൽ ഏതാണ്ട് ഒരു 100 ഗ്രാം വേപ്പൻ പിണ്ണാക്ക് ചേർക്കണം. ഒരു 100 ഗ്രാം രാജ്ഫോസ് എന്ന് പറഞ്ഞ വളം ചേർക്കണം. ഈ ഗ്രോ ബാഗ് നിറയ്ക്കുന്നതിന് എല്ലുപൊടിക്ക് പകരം രാജ്ഫോസ് ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ മസൂറി ഫോസ്. അപ്പം ഇത് അതാണ് ഏറ്റവും ലാഭകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോസ്ഫാറ്റിക് വളങ്ങൾ. അപ്പോൾ രാജ്ഫോസോ മസൂറി ഫോസോ ഒരു 100 ഗ്രാം വീതം ചേർക്കണം. 100 ഗ്രാം വേപ്പൻ പിണ്ണാക്ക് ചേർക്കണം. പിന്നെ ചേർക്കേണ്ടത് കമ്പോസ്റ്റ് വളമാണ്. ഇത് കമ്പോസ്റ്റാണ്. കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രൈക്കോഡർമ കമ്പോസ്റ്റാണിത്. ഈ ട്രൈക്കോഡർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 9 കിലോ ചാണകപ്പൊടി, തണലുണക്കിയ ചാണകപ്പൊടിയിൽ 1 കിലോ വേപ്പും പിണ്ണാക്കും 100 ഗ്രാം ട്രൈക്കോഡർമയും കൂടെ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ട്രൈക്കോഡർമ കമ്പോസ്റ്റ്. ഈ കമ്പോസ്റ്റ് ഒരു 1800 ഗ്രാം കൂടി ചേർക്കാം. അപ്പം ഇത്രയും സാധനങ്ങൾ ചേർത്താൽ മാത്രമേ ഒന്നാം തരം ഒരു നടീൽ മിശ്രം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഗ്രോ ബാഗ് നിറക്കാം. അപ്പോൾ പച്ചക്കറികൾക്ക് ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ ഒരു 10 കിലോ നടീൽ മിശ്രിതം മതി. അപ്പോൾ 10 കിലോ നടീൽ മിശ്രിതത്തിന് ഈ വലിപ്പം ധാരാളമാണ്. ഈ കാണുന്ന വലിപ്പത്തിലുള്ള ഒരു ഗ്രോ ബാഗ്. നമുക്കിപ്പം ഗ്രോ ബാഗ് ഇതുപോലെ കടയിൽ നിന്നുള്ള വാങ്ങിക്കണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ അരിച്ചാക്കോ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. ഏത് കണ്ടെയ്നർ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഒരു 10 കിലോ നടീൽ മിശ്രിതം മതി. അപ്പോൾ ഇങ്ങനെ ഗ്രോ ബാഗ് എടുക്കുക. അതിൽ ഏറ്റവും അടിയിൽ നമുക്ക് കുറച്ച് കരിയില ഇടണം. ഏറ്റവും അടിഭാഗത്ത് കരിയിലയാണ്. അപ്പം നമ്മുടെ പറമ്പിൽ തന്നെ മുറ്റം തൂക്കുന്ന കരിയില ഇതിനായിട്ട് പ്രത്യേകം മാറ്റി വെച്ചാൽ ഇത് ഒരു പഴകിയ കരിയില. ഈ കരിയില ആണ് ആദ്യം നിറയ്ക്കേണ്ടത്. ഇപ്പം ഗ്രോ ബാഗിൽ നമ്മൾ കരിയില നിറയ്ക്കുകയാണ്. അപ്പം നേരത്തെ പറഞ്ഞ അളവിൽ നമ്മൾ തുല്യ അളവിൽ ചകിരിച്ചോറും ചാണകപ്പൊടിയും പിന്നെ കമ്പോസ്റ്റും മറ്റ് രാജ്ഫോസും ഒക്കെ ചാണകപ്പൊടിയൊക്കെ കൂടെ മിക്സ് ചെയ്ത ഒരു മിശ്രിതമാണ് നടീൽ മിശ്രിതം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മൾ നിറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഗ്രോ ബാഗിൻ്റെ ഏകദേശം 1/4 ഭാഗം മതി. നമ്മളൊരു ഗ്രോ ബാഗിൻ്റെ 1/4 ഭാഗം ഇതുപോലെ 1/4 ഭാഗം നോക്കുമ്പോൾ ഈ ഗ്രോ ബാഗ് ഇങ്ങനെ റൗണ്ടിൽ തന്നെ നിൽക്കാൻ ഇതുപോലെ ഒന്ന് ഇങ്ങനെ തിരിച്ചിരിച്ച് കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മളത് ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും. കണ്ടോ? ഇതേപോലെ 1/4 ഭാഗം നിറച്ചാൽ മതി. പിന്നീട് നമ്മൾ ചെടി വളരുന്നതിനനുസരിച്ച് നമ്മൾ മേൽവളം വേറെ ചെയ്യുമല്ലോ. നമ്മൾ കമ്പോസ്റ്റ് ഇടാം. അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇടുമ്പോൾ ഈ കവർ നിറഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ 1/4 ഭാഗമാക്കി തൽക്കാലം നമ്മൾ ചെടി നടുമ്പോൾ പിന്നെ ഇത്രയും മതിയാവും നടീൽ മിശ്രിതം. അങ്ങനെ ഉണ്ടാക്കിയ നടീൽ മിശ്രിതമാണ് ഈ ചാക്കുകൾ നമ്മൾ നിറച്ചു വെച്ചേക്കുന്നത്. ഈ ചാക്കുകൾ നിറച്ചു വെച്ചേക്കുന്നത്. ഇതിൽ ഒരു വിത്തിട്ടാൽ അല്ലെങ്കിൽ തൈ വെച്ചാൽ നന്നായി വരും. ഈ ഗ്രോ ബാഗ് കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും തൈകൾ മതി. പച്ചക്കറി തൈകൾ, നല്ല മേൽത്തരം തൈകൾ, നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന പച്ചക്കറികൾ ഏതാണോ അത് തൈകളാക്കി അല്ലെങ്കിൽ തൈകൾ വാങ്ങിയിട്ട് ആ തൈകൾ നല്ല ആരോഗ്യമുള്ള 1-2 തൈ, നല്ല ആരോഗ്യമുള്ള ഹൈബ്രിഡ് തൈ ആണെങ്കിൽ 1 ആയാലും മതി. തക്കാളി ആയാലും, ഇപ്പം തക്കാളിയും വഴുതനയും പച്ചമുളകും അതുപോലെ പന്തൽ വേണ്ടാത്ത എല്ലാം ഇതിനകത്ത് ചെയ്യാം. ഇനി അഥവാ പന്തൽ ഉള്ളത് ചെയ്യണമെങ്കിൽ ഇത്തിരി കൂടെ വലിയ ഗ്രോ ബാഗ് എടുത്തിട്ട് ആ ഗ്രോ ബാഗിൽ അപ്പോൾ അതിനകത്ത് 10 എന്നുള്ളത് ഒരു 15 കിലോ നമുക്ക് നടീൽ മിശ്രിതം. അതിനകത്ത് പടവലം നടാം, പയർ നടാം, പാവൽ നടാം. അതപ്പം ഇതേപോലെയുള്ള എന്തെങ്കിലും ഒരു പന്തൽ സൗകര്യമുള്ള സ്ഥലത്ത് വേണം നമുക്ക് അത് വെക്കേണ്ടതെന്ന് മാത്രം. അപ്പം പന്തലില്ലാത്ത തരം
ഗ്രോ ബാഗ് ആണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ടെറസിലോ വീട്ടുമുറ്റത്തോ എന്തായാലും പച്ചക്കറി ചെയ്യാൻ നമ്മൾ ഈ ഗ്രോ ബാഗ് നിരത്തുമ്പോൾ നല്ല വെയിലുള്ള സ്ഥലം തന്നെ തിരഞ്ഞെടുക്കണം. നല്ല വെയിലുണ്ടെങ്കിൽ നല്ല വിളവുണ്ടാകത്തുള്ളൂ. ചൂടലിനകത്തൊന്നും ഈ ഗ്രോ ബാഗ് വെച്ചാൽ, ഗ്രോ ബാഗല്ല നേരിട്ട് കൃഷി ചെയ്താലും ചൂടലിലൊന്നും പച്ചക്കറി ഉണ്ടാവില്ല.